എന്തിനു വേണ്ടിയാണ് വിഭജിച്ചത്? എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള ഒരു പുനഃക്രമീകരണമാണോ? അല്ല, എന്തുകൊണ്ട് ജനപ്രതിനിധികളുമായിട്ടും സർക്കാരുമായിട്ടും കൂടിയാലോചിച്ചിട്ടില്ല? പാലക്കാട് ഡിവിഷൻ വിഭജിച്ചതിന് UDF MP മാരുടെ സമരം പുരോഗമിക്കുകയാണ്. സത്യാഗ്രഹ സമരമാണ്. പാലക്കാട് ഡിവിഷൻ ഓഫീസിന് മുമ്പിലാണ് സമരം. ഇപ്പോൾ സ്ഥലം MP കൂടിയായിട്ടുള്ള VK ശ്രീകണ്ഠൻ MP നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശക്തമായ ഒരു പ്രതിഷേധ സമരത്തിന് ഈ തിരുവോണ ദിവസം കേരളം സാക്ഷിയാകുകയാണ്. കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രതികളാണ് ഇവിടെ ഇരിക്കുന്ന MP മാരും MLA മാരും. ഞങ്ങളെല്ലാവരും ഈ ഓണാഘോഷം ഉപേക്ഷിക്കാനുള്ള കാരണം കേരളത്തിന് കേന്ദ്രം നൽകിയ ഇരുട്ടടിക്കെതിരെ പ്രതിഷേധിക്കാൻ. ഇരുട്ടടി എന്ന് വെച്ചാൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാതെ സംസ്ഥാന ഗവൺമെൻറ് അധികാര പരിധിപ്പെടുന്ന കാര്യങ്ങൾ കൂടി, അവകാശങ്ങൾ പെടുന്ന കാര്യങ്ങൾ കൂടി അവരുമായിട്ടൊരു ആലോചന ഇല്ലാതെ ജനപ്രതികൾ അറിയാതെ അർദ്ധരാത്രി ഉത്തരവിറക്കിയിരിക്കുക. എന്തിനു വേണ്ടിയാണ്? ഇന്ത്യ മുഴുവൻ ഈ റെയിൽവേ ഡിവിഷൻ പുനർവിഭജനാച്ചാൽ ശരി, ഏതെങ്കിലും ഒരു പുതിയ ഡിവിഷൻ വരികയാണെങ്കിൽ ശരി, ഇത് ഒരു പ്രത്യേക അജണ്ടയാണ്. അതൊരു രഹസ്യ അജണ്ടയാണ്. കർണാടകയിലെ BJP അവിടെയുള്ള നേതാക്കന്മാരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി റെയിൽവേയെ രാഷ്ട്രീയ ദുരുപയോഗം ചെയ്യുകയാണ്. റെയിൽവേ എന്ന് വെച്ചാൽ അതിൻ്റെ മഹത്വം അറിയുന്നവരല്ല BJP-ക്കാർ. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി രാജ്യത്തുടനീളമുള്ള ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു ഫെഡറൽ സംവിധാനമാണ്. ശരിയായ ദേശീയോദ്ഗ്രഥനത്തിന്റെ ഭാഗമാണ് റെയിൽവേ. അതിന്റെ ചരിത്രമറിയാത്ത ആളുകൾ അധികാരത്തിൽ വന്നപ്പോൾ ഉണ്ടായ ദുരന്തമാണ് ഈ പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ വിഭജനം. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ പ്രശ്നമല്ല, ഒരു സ്റ്റേറ്റിന്റെ പ്രശ്നമാണ്. 700-800 കോടിയോളം രൂപ വരുമാന നഷ്ടം ഉണ്ടാകാൻ പോവുകയാണ്. മംഗലാപുരം വേർപ്പെടുത്തുമ്പോൾ പോർട്ട് ഉൾപ്പെടെയുള്ള, ഹാർബർ ഉൾപ്പെടെയുള്ള അവിടെ നിന്നുള്ള ചരക്ക് ഗതാഗതം, അതുപോലെ തന്നെ ട്രെയിനുകളുടെ ഓപ്പറേഷൻ, ജീവനക്കാരുടെ പുനർവിന്യാസം, ഇതെല്ലാം കേരളത്തിന് തിരിച്ചടിയാണ്. 1000-ലധികം ജീവനക്കാരാണ് 83-ലധികം ട്രെയിനുകളിൽ പ്രവർത്തിക്കുന്നത്. ഗാർഡുമാര്, ലോക്കോ പൈലറ്റുമാര്, TT-മാര്, അവിടെ മംഗലാപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എല്ലാ ജീവനക്കാരും പാലക്കാട് ഡിവിഷന്റെയാണ്. ഇനിയിപ്പോൾ അതെന്താവും? മൈസൂർ ഡിവിഷന്റെ ആവും. അപ്പൊ മലയാളികൾ മുഴുവൻ കർണാടകയിലേക്ക് പുനർവിന്യസിക്കപ്പെടും. ജീവനക്കാർ, വരുമാനം, റെയിൽവേയുടെ ഏറ്റവും വലിയ വരുമാനം ചരക്ക് ഗതാഗതമാണ്. അതിൽ 700 കോടിയിലധികം രൂപ ചരക്ക് ഗതാഗതത്തിന് നൽകുന്നത് മംഗലാപുരം. അപ്പോൾ പാലക്കാട് ഡിവിഷൻ എന്ന് വെച്ചാൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ഡിവിഷനാണ്. അത് തകർക്കപ്പെടുക എന്നുള്ളതാണ് ഇതിലൂടെ വരാൻ പോകുന്നത്. ആനുപാതികമായിട്ടാണ് വികസനത്തിന് ഫണ്ട് അനുവദിക്കുക. വരുമാനത്തിന്റെ ആനുപാതികമായിട്ടാണ്. ആ വരുമാനം വെട്ടിച്ചുരുക്കിയാൽ അത് വികസനത്തെ ബാധിക്കും. കേരളത്തിന്റെ റെയിൽവേ വികസനത്തെ ഗുരുതരമായി ബാധിക്കും. എന്തിനു വേണ്ടിയാണ് വിഭജിച്ചത്? എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള ഒരു പുനഃക്രമീകരണമാണോ? അല്ല, എന്തുകൊണ്ട് ജനപ്രതിനിധികളുമായിട്ടും സർക്കാരുമായിട്ടും കൂടിയാലോചിച്ചിട്ടില്ല? അപ്പൊ ഇത് വെറും രാഷ്ട്രീയ ലക്ഷ്യമാണ്. ആ BJP-യുടെ കർണാടകയിലെ നേതാക്കന്മാരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് കേന്ദ്ര ഗവൺമെന്റ് പച്ചക്കൊടി കാണിച്ചിരിക്കുക. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, കേരളത്തിൽ ചില ഉണ്ണാമണ്ണന്മാരായിട്ടുള്ള BJP-കാരുണ്ട്. ഒരു കേന്ദ്ര മന്ത്രിയുണ്ട്, ഇപ്പോഴും സിനിമാ നടനായിട്ട് നടക്കുക. ജനപ്രതി എന്നുള്ള ബോധം അയാൾക്കില്ല. ഒരക്ഷരം പോലും ഈ ഡിവിഷൻ വിഭജിക്കുമ്പോൾ പ്രതികരിച്ചില്ല. കേരളത്തിന്റെ റെയിൽവേ വികസന തടസ്സമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മിണ്ടാ വാക്കു നയമാണ് ഇവർ സ്വീകരിക്കുന്നത്. അപ്പൊ ഇവർക്ക് ജനങ്ങളോട് പ്രതിപത്തിയില്ല. ഇവര് കേന്ദ്രത്തിലെ BJP-കാരുടെ, കർണാടക BJP-കാരുടെ ദാസന്മാരാണ് കേരളത്തിലെ BJP-കാർ. അതിന്റെ തിരിച്ചടി BJP-ക്ക് നേടാനും പോകുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം, ഇത് മൈസൂർ ഡിവിഷൻ ഉണ്ടാക്കിയതുകൊണ്ട്, ആ ഡിവിഷനിൽ മംഗലാപുരം ഉണ്ടാക്കിയതുകൊണ്ടൊന്നും കർണാടകയിൽ BJP ജയിക്കില്ല. അവിടെ ശക്തനായ മുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ജനപ്രിയ സർക്കാർ മുന്നോട്ട് പോകുക. അപ്പോൾ തിരിച്ചടി ഇനി കിട്ടാൻ പോകുന്നത് കർണാടകയിൽ നിന്നാണ്. കേരളത്തിലെ ജനങ്ങൾ ഇനി BJP-യെ പുച്ഛിച്ചു തള്ളുന്ന കാലം അതിവിദൂരമല്ല. കാരണം ഇതുപോലെ രാഷ്ട്രീയ അല്പന്മാര്, ദാസന്മാരായിട്ട് പ്രവർത്തിക്കുന്നവർ എന്തിനു വേണ്ടി അവർ ജനപ്രതികളായത്? അപ്പൊ കേരളത്തോട് നീതി കാണിക്കാത്ത ഒരു ഗവൺമെന്റ് അനീതി കാണിക്കുമ്പോൾ അതിനെതിർക്കേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. UDF ജനപ്രതിനിധികളുടെ സമരം, സത്യാഗ്രഹം ഇവിടെ നടത്തുന്നത് ഒരു സഹന സമരമാണ്. ഇത് കണ്ടത് തിരുത്തിയില്ലെങ്കിൽ ഈ സമരം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കും. അതിശക്തമായ പ്രതിഷേധം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് മുമ്പിൽ ഞങ്ങൾ രേഖപ്പെടുത്തും. ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഈ സൂചന കണ്ട് തീരുമാനം തിരുത്തിയില്ലെങ്കിൽ അതിശക്തമായ സമരം ഡൽഹിയിലടക്കമുള്ള കേന്ദ്രങ്ങളിൽ സമരം നടത്തുമെന്നുള്ളതാണ് VK ശ്രീകണ്ഠൻ പറയുന്നത്. ക്യാമറമാൻ നാസർ ബിൻ ഹംസക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 പാലക്കാട്.